അപ്പം നമ്മുടെ ഹോട്ടൽ ടാസ്കിൽ രണ്ടാമതായി വന്നത് റിയാസാണ്. ശോഭയും ഷിയാസും വന്നപ്പോൾ അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. ശോഭയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു. ഷിയാസാണെങ്കിൽ എല്ലാവരുമായിട്ട് കമ്പനി എന്ന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്ലാച്ചീനൊക്കെ എറിഞ്ഞൊരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ടാണ് അവർ രണ്ടുപേരും പോയത്. അതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊന്നും തോന്നിയില്ല. ടാസ്ക് കൊളമായെങ്കിലും ആ ഗസ്റ്റുകൾ വന്നിട്ട് അവരൊരു നോർമലായി ബിഹേവ് ചെയ്ത് അവർ പോയി. പക്ഷെ എല്ലാവരിൽ നിന്നും വാങ്ങിക്കൂട്ടി അത്യാവശ്യം ഷാനവാസ് പറഞ്ഞ പോലെ അളിഞ്ഞു പോകാൻ പറ്റിയ ഒരു യോഗം കിട്ടിയ ഒരാളാണ് റിയാസ്. റിയാസ് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. കാരണം ഈ സീസണിലെ കണ്ടസ്റ്റൻസ് ലാലേട്ടനെ വരെ ബഹുമാനിക്കുന്നില്ല. പിന്നെ റിയാസിനെ ബഹുമാനിക്കുമെന്ന് വിചാരിച്ച് വരേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. പക്ഷെ എല്ലാവരും നന്നായി പണിയെടുത്തു, ഗസ്റ്റിനെ ഇതാക്കി, കുറച്ചൊക്കെ എല്ലാവരും ടാസ്കിൽ നിന്നു. പക്ഷേ റിയാസ് പേഴ്സണൽ റിവെഞ്ച് അവിടെ എടുക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പലരും ഇടം തിരിഞ്ഞു. ആരൊക്കെയാണെന്ന് വെച്ചാൽ ഷാനവാസ്, അനീഷ്, ലക്ഷ്മി. പിന്നെ ടാസ്കിൽ ലക്ഷ്മിക്ക് നല്ല ദേഷ്യമുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് തീർത്തിട്ട് ലക്ഷ്മി പിന്നെ റിയാസിൻ്റെ കൂടെ കൂടി. അപ്പോൾ ഇവരൊക്കെ അനുമോളും റിയാസിനോട് ദേഷ്യമുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കാതെ നിന്നു. അപ്പോൾ റിയാസ് ഇത്രയൊക്കെ കാണിച്ച് എന്താ പറയുക, റിയാസ് പുറത്തുള്ള വെറും പേഴ്സണൽ റിവെഞ്ചിന് വന്നേക്കാണ് ലക്ഷ്മിയോടുള്ളത്. ലക്ഷ്മി അത്യാവശ്യത്തിന് കൊടുത്തു, അതൊക്കെ ഇരു കൈനീട്ടി വാങ്ങി. അത് കഴിഞ്ഞ് ഷാനവാസിൻ്റെ മേലേക്ക് കയറി. ഈ നെവിൻ എന്ന് പറഞ്ഞ നെവിനും നൂറയ്ക്കും ആദിലയ്ക്കും റിയാസ് വന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം അവരെ സപ്പോർട്ട് ചെയ്യും. റിയാസ് ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം എന്തിനാണ്, ഇതൊരു ബിഗ് ബോസ് ഷോ ആണ്, എല്ലാവർക്കും വേണ്ടി കളിക്കണം അല്ലേ. റിയാസിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് ലക്ഷ്മി, ഷാനവാസ്, അനുമോൾ. അപ്പോൾ ഇവർക്കെതിരെ നല്ല ദേഷ്യമുണ്ട്, അനീഷിനോടും ഉണ്ട്. അപ്പോൾ ഇവരോട് എന്തായാലും ദേഷ്യം തീർക്കാൻ തന്നെയാണ് റിയാസ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ലക്ഷ്മിയോട് കുറേ പറഞ്ഞു. ലക്ഷ്മിയുടെ ആറ്റിറ്റ്യൂഡ് അതൊക്കെ കണ്ട് വായിൽ ഇരിക്കുന്നത് മുഴുവൻ കേട്ടു. പിന്നെ ഷാനവാസ് നല്ലവണ്ണം തിരിച്ചു പറഞ്ഞു. ഷാനവാസിൻ്റെ വായിൽ നിന്ന് പിന്നെ മോശം വാക്കുകൾ വരുന്നത് നമ്മൾ പറയണ്ടല്ലോ. അപ്പോൾ ഷാനവാസും അത്യാവശ്യം പറഞ്ഞു. ബെഡിൽ ചായ വീണു, അത് റിയാസിൻ്റെ കൈ തട്ടിയതാണെന്ന് പറയണം. അങ്ങനെ ചായ വീണപ്പോൾ ഷാനവാസിനോട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. ഷാനവാസും മനീഷും അഭിഷേകും നൂറും അത്യാവശ്യം പണിയെടുത്ത് അവർ നടുവൊടിഞ്ഞിട്ടുണ്ടാവും, അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗസ്റ്റുകളുടെയൊക്കെ ആറ്റിറ്റ്യൂഡും കാണണം. അപ്പോൾ അവർ പറഞ്ഞാൽ സമ്മതിക്കണം കേട്ടോ. കാരണം അത്രയും അനീഷൊക്കെ ഇതായിട്ടുണ്ട്. അനീഷിനൊക്കെ റിയാസ് അങ്ങോട്ട് കയറി ചൊറിയണുണ്ട്. അവസാനം ഷാനവാസ് മോശമായി പറഞ്ഞപ്പോൾ ബിഗ് ബോസിലെ ഹൗസ് മേറ്റ്സ് ഒക്കെ ഷാനവാസിനെതിരെ തിരിഞ്ഞു. നെവിൻ അതിന് മുൻപിൽ നിൽക്കുന്നുണ്ട്. നെവിൻ്റെ വിഷയം വന്നപ്പോഴാണ് റിയാസിനെ ഷാനവാസ് എതിർത്തത്. അങ്ങനെ എല്ലാവരും പറഞ്ഞു നെവിനെ എങ്ങനെ വ്യക്തിഹത്യ ചെയ്ത ആളാണ് ഷാനവാസ് ഫേക്കായിട്ടാണ് നിൽക്കണം. ചിലപ്പോൾ ഫേക്കായിട്ടാവും, അത് ഗെയിമിൻ്റെ ഭാഗമല്ല, അതൊരു പ്രശ്നമാക്കണം. ഒരു അതിഥിയുടെ മുന്നിൽ വെച്ച് സ്വന്തം ഹൗസ് മേറ്റിന് ഇങ്ങനെ നമ്മൾ കരിവാരി തേക്കണം, എല്ലാവർക്കും അത് ബാധകമാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അനീഷാണെങ്കിൽ ഷാനവാസിന് വേണ്ടി റിയാസിനോട് വരെ പൊരുതി. എനിക്ക് തോന്നുന്നു റിയാസ് അത്യാവശ്യം എല്ലാവരിൽ നിന്ന് വാരിക്കൂട്ടി.